Just act. Don't say. Just show. Don't promise. Just prove. Good. Very good. Thank you. എന്താ ഡ്രാമയുടെ പേര്? ഷേക്സ്പിയറിന്റെ സിംപ്ലൈൻ. രാജകുമാരിയായ ഇമോജിനെ ദുഷ്ടശക്തികൾ ആക്രമിക്കുന്നതും അതിൽ നിന്നും രക്ഷ തേടിയുള്ള പ്രയാണവും എൻ്റെതായ വെർഷനാണ്. ചുരുക്കി പറഞ്ഞാൽ ആർക്കും മനസ്സിലാവാത്ത ഐറ്റം അല്ലേ? ഗോകുലെ, കലയോടുള്ള നിങ്ങളുടെ സമീപനം ശരിയല്ല. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പേർക്ക് പണ്ടേ ഉള്ളതാ. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സാഹിത്യം കൊടുത്തിട്ട് എന്നൊച്ചുണ്ടാക്കിയിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ അവതരിപ്പിക്കും. എന്നിട്ട് ഇത് കണ്ട് കൈയടിക്കാൻ കുറെ ഊളകളും. കൈയടിക്കാത്തവൻ മണ്ടൻ കലാവിരോധി. ഞാൻ കാണിച്ചു തരാം. ഈ പ്രാവശ്യം ഞാൻ അവതരിപ്പിക്കുന്നതേ കഥകളിയാണ്. അതിന് വളരെ സിമ്പിളാണല്ലോ. എന്താ കഥകളി അറിയില്ല? അറിയില്ല? കഷ്ടം. പൂർ മലയാളീസ്. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും അവതരിപ്പിക്കുന്നുണ്ട്. മിമിക്രി, കൂടിയാട്ടം, കഥാപ്രസംഗം, അങ്ങനെ. എൻ്റെ 2 ഐറ്റം ഉണ്ടോ? അത് അവസാനം ഇടാം. അവസാനമായിട്ട് ആളുണ്ടാവില്ല. ആദ്യം ഇട്ടാൽ താനുണ്ടാവില്ല, ആൾക്കാർ വലിച്ചു കയറും. ഞാൻ ശരിക്കും കൂടിയാട്ടം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി കൂടുതൽ സമയം തരണം. ഞാൻ കലാനിലയോ മാത്രമല്ല, ഈ കൂടിയാട്ടം യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അംഗീകരിച്ചിട്ടില്ലല്ലോ. എനിക്ക് പോണോ? ഇന്ന് ലാലേട്ടൻ്റെ പടം റിലീസാണ്. ജെയിംസ് ആ പ്രേമിലൂടെ ഫയലോട്ട് ക്യാബിലോട്ട് വാ. ഡേവിഡ്, ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇന്നവിടെ ബർത്ത്ഡേ ആണ്. ഒരു ഡിന്നർ സിനിമ ഞാൻ വാക്കുകൊടുത്തു പോയി. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അവരത് മനസ്സിലാക്കുന്ന വിവാഹം എന്ന പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴാണ്. കൊള്ളാം. Nice to meet you where you've been. I can show you incredible things. Magic, madness, heaven sent. Saw you there and I thought, oh my God, look at that face. You look like my next mistake. Love's a game, wanna play. Hey, new money, student tie. പ്രിയപ്പെട്ട സാറ, ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു ലെറ്റർ എഴുതുന്നത്. FB മെസ്സേജായി അയക്കാമെന്ന് കരുതിയതാ. ഈ ലെറ്റർ നൽകുന്ന സുഖം അതിനില്ല. ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ സാറ സമ്മതം അറിയിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും സാറ അശ്വിനുള്ളതാണെന്ന്. എന്ന് പ്രിയപ്പെട്ട അശ്വിൻ. സാറാ, സാറാ. എന്താ മമ്മി? എന്താ ഇത്? ലവ് ലെറ്റർ. ലവ് ലെറ്ററോ? എന്ത് രസമായിട്ട് പറയുന്നത്. നിന്നെ സ്കൂളിൽ വിടുന്ന പഠിക്കാനോ പ്രേമിക്കാനോ? അതെന്റെ ലവ് ലെറ്റർ ഒന്നും അല്ലല്ലോ. അശ്വിൻ എനിക്ക് തന്നല്ലേ. നീ എന്തിനാ കണ്ണി കണ്ട ചെക്കന്മാരുടെ നിന്ന് ലെറ്റർ വാങ്ങിയത്? എന്നിട്ട് നീ അത് ഇവിടെ പറഞ്ഞോ? ടീച്ചറോട് കംപ്ലൈന്റ് ചെയ്തോ? ഇത് വൺ വേ. പിന്നെ ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കിഷ്ടം ആരെ വേണമെങ്കിലും പ്രേമിച്ചോന്ന്. അത് ശരി, ഡാഡിയും മോളും കൂടിയാണല്ലേ. ഞാൻ ആരെയും പ്രേമിക്കാൻ പോണില്ല. ഉണ്ടെങ്കിൽ തന്നെ ഡാഡിയെ പോലെ ഒരാളെ കിട്ടിയാലേ പ്രേമിക്കൂ. എന്താ കാര്യം? പപ്പ ലവ് ലെറ്ററിന്റെ കാര്യം. അതേ ഉള്ളൂ. അവള് പറയണേ കേട്ടോ, നിങ്ങളെപ്പോലെ ഒരാളെ കണ്ട പ്രേമിക്കുമെന്ന്. ഞാൻ അത്ര മോശമാണ്. ഇന്നെന്താ പതിവില്ലാത്തൊരു മേക്കപ്പ്? കാര്യമുണ്ട്. സാറ എവിടെ? സാറ എവിടെ? സാറ, 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 മോളെ, മോളെ, സാറ. ആരാ എൻ്റെ കുഞ്ഞിനോട്? ഡേവിഡ്, അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. നോ. എന്തിന് ഹോസ്പിറ്റൽ? നീ ഒരു അമ്മ മാത്രമല്ല, ഡോക്ടറും കൂടെ അല്ലേ. അവളെ നോക്ക്. ഐ വോണ്ട് ഹെർ ബാക്ക്. അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഡേവിഡ്. ഇല്ല മിഷേൽ, വേണ്ട. ഒരു ഇരയായ മീഡിയക്കും നാട്ടുകാർക്കും ആഘോഷിക്കാൻ കൊടുക്കില്ല ഞാൻ അവളെ. അവൾക്ക് വേണ്ടി ആരും മെഴുകി കത്തിക്കണ്ട. എന്റെ കുട്ടി എങ്ങനെ അവളുടെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കും, ബന്ധുക്കളുടെ മുഖത്ത് നോക്കും. നീ എന്റെ കുഞ്ഞിനെ നോക്ക്, അവളെ നോക്ക്. Do what I say. അന്യന്റെ വീട്ടിൽ അരുതാത്തത് കാണാൻ ആഗ്രഹിച്ച് നടക്കുന്ന ചെകുത്താന്മാരോ ചുറ്റിനും
വാസ് റേപ്ഡ് ബ്രൂട്ടലി. അവൾ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. പിച്ച് ചീന്തിരിക്കുക എൻ്റെ കുട്ടിയെ. എനിക്കറിയാം ഡേവിഡ്, എന്നെ വിശ്വസിക്കും. ഞാൻ കെയർ ചെയ്തോളാം അവളെ കൊണ്ടുപോകണം ഡേവിഡ്. ഞാനൊരു അമ്മയല്ല ഡേവിഡ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പോവാ. ആ നാരായണായിരിക്കും സെക്യൂരിറ്റി. എന്താ 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 കാര്യം എന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള ഫ്ലാറ്റിൽ റോബറി നടന്നു. ഇവിടെ എന്തെങ്കിലും? ഇല്ല, ഇവിടെ നിന്നും പോയിട്ടില്ല. സാറേ സിഗരറ്റ്. നിങ്ങൾ സിഗരറ്റ് വാങ്ങാനായി നാരായണ വിടുന്നവരെ CCTV ക്യാമറ കണക്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ കണക്ഷനും ഇല്ല, ഹാർഡ് ഡിസ്കും ഇല്ല. ഡേവിഡ് സാറേ, സാറിനോട് പറയാൻ വിട്ടുപോയതാ. ജോണി സാറിൻ്റെ ഫ്ലാറ്റിലാണ് കയറിയത്. സാർ സിഗരറ്റ് വാങ്ങിക്കാൻ പറ്റില്ലേ? അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിലും ക്യാമറ കണക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ, ഒന്നും റെക്കോർഡാവില്ല. അതും കംപ്ലൈൻ്റ് ആയിട്ട് മാസം 3 ആയി. നാരായണ തൽക്കാലം ചെല്ല്, ഞാൻ അങ്ങോട്ട് വരാം. ഓ, സാറും പോയിക്കോ. എന്താ? പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്. മിസ്റ്റർ ഡേവിഡ്, കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളാണെന്ന് തോന്നുന്നില്ല. പണി മുഴുവൻ തീരാത്തോണ്ട് ഇവിടെ 3 നിലയിലെ താമസമുള്ളൂ. താഴെ ഒരു വക്കീലും ഫാമിലിയാണ്. അവർ 2 ആഴ്ചയായിട്ട് ടൂറിലാണ് സാർ. പിന്നെ ആ ബിൽഡറും വൈഫുമാണ്. വൈഫൊരു ഡോക്ടറാണ് സാർ. അവർ വരുമ്പോൾ 6-7 മണിയാവും.
പോലീസ്. പോലീസാ? താൻ പോലീസാ? ഇതെന്തൊരു ഫ്രീക്കനാടോ? ഫ്രീക്കന്മാർക്കും പോലീസാവാം. അതിനൊക്കെ സർക്കാർ ഒരു CBCID സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാതിരാതിക്ക് ബോയ്സ് ഹോസ്റ്റലിൽ കയറി താൻ ഷോ കാണിക്കാണോ? താൻ എവിടുത്തെ പോലീസാണോ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ചു കാലമായി പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ പീഡനത്തിന് ഇരയാവുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. പോസ്കോ ആക്ട് കർശനമായി നടപ്പാക്കാൻ ഒരു അണ്ടർ കവർ മൂവ്മെന്റ് ഐ ആം എ പാർട്ട് ഓഫ് ഇറ്റ്. തനിക്കിപ്പോൾ എന്താ വേണ്ടേ? വാച്ചിങ് പോൺ ഈസ് ഇല്ലീഗൽ. അതിൻ്റെ പേരിൽ കേസ് എടുക്കുകയോ അറസ്റ്റോ ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ ചൈൽഡ് പോൺ കാണാന്ന് വെച്ചാൽ നിയമവിരുദ്ധം മാത്രമല്ല, ഒരു മാനസിക വൈകൃതം കൂടിയാണ്. തുടർച്ചയായി കാണുന്നവരെ നമ്മൾ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു കൗൺസിലിംഗ് കൊടുത്ത് നന്നാക്കാറുണ്ട്. അങ്ങനെ ഉള്ളവരെ മര്യാദയ്ക്ക് ഉപദേശിച്ചില്ലേ നാളെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പണിയാവും. തനിക്കിപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് പിള്ളേരെ തുണ്ട് സ്ഥിരമായി കാണുന്നവരെ പോക്കണം അല്ലേ? സിമ്പിൾ. ഒന്ന് ഉപദേശിക്കാൻ നടക്കില്ല സാറേ. 3 വണ്ടി നിറയെ പോലീസുണ്ട് പുറത്ത്. ഒരു 150 പിള്ളേരുണ്ട് ഈ ഹോസ്റ്റലിൽ. ഞങ്ങളൊന്ന് ചൂളടിച്ചാൽ പിന്നെ സാർ ഏത് കോലത്തിലാണെന്ന് പോണേ ഞങ്ങൾക്ക് പോലും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് പോലും ഇത്ര മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലടാ മൈത്താണ്ടികൾ. It was just a nightmare. You're all right now. Dey mummy.
മാറേക്ക ആടാ എന്നെ ഒത്തി കറിപ്പിക്കുന്നത്. ഞാനാടാ ജോസേ. ആ സത്യേട്ടനായിരുന്നു. നിങ്ങളുടെ ലേഡി ഓഫീസർ ആള് കൊള്ളാലോ. ഇവക്ക് ട്രെയിനിങ് ഒന്നും കൊടുക്കാതാണോ പോലീസിലെടുത്ത്? ഒട്ടും വാടിയിട്ടില്ലല്ലോ. അതെന്ത്? വെയിലടിച്ചേ ഒന്നും വാടിയിട്ടില്ല. പിന്നെ പുതിയ സാറങ്ങനെ? ഭരണിപ്രയോഗത്തിൽ കേമന. വാ കൊണ്ട് കൊടുങ്ങല്ലൂര്, കൈ കൊണ്ട് കണ്ണൂര്. ഇത് ഏതാടാ ഈ അർണോൾഡ്? ഇതാണ് ഞാൻ പറഞ്ഞ സാറ്. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ എന്താ പറഞ്ഞേ? ഞാനും വരടാ. അണ്ടർ കവർ ആണെന്ന് കരുതി എന്ത് വേഷം കെട്ടിലാവുന്നാണോ? ശവം ശവം നല്ല ശകുന. താനെപ്പോഴാ വന്നേ? റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹാഫ് ആൻ അവറിലെത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ഓവ് സർ. കണ്ട കഴിച്ച പോലെ തോന്നില്ല. ഒന്നും ഉഷാറായി നടക്കടോ. രണ്ട് ദിവസത്തിനുള്ളിൽ മിസ്സിംഗ് കേസ് ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. എൻ്റെ അറിവിൽ. തൻ്റെ അറിവല്ല ഞാൻ ചോദിച്ചത്. ഏതെങ്കിലും കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. താനെന്തിനാ അറിയാത്ത കാര്യങ്ങൾക്ക് ഉറപ്പ് പറയുന്നത്? സോറി സർ. കുട്ടി നല്ല വെളുത്ത് തുടുത്ത കാശുള്ള വീട്ടിലായിരിക്കും. ഷുവർ കേസുണ്ടാവും. മാഡം ഒരു മിനിറ്റേ. ഇപ്പോടാ. പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലേ? എന്ത്? അല്ല ആ കൊച്ചേ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലേ? ഇതിപ്പോൾ 5-6 ആയാലോ മാഡം? വല്ലതും കിട്ടിയോ? ജോസ് ചെല്ല്. കംപ്ലീറ്റ് ഓക്കെ. യെസ് മാഡം. ജോസ് ഹിസ് ടങ് ഈസ് ടു ഫിൽത്തി. അവൻ്റെ ക്യാമറയിലെ കാർഡിങ് ഊരി വാങ്ങിച്ചേക്കെ. അയ്യോ വേണ്ട മാഡം, മഹാപ്പിഴയാ. ദേശീയ പത്രത്തിലാണ് ജോലിയെങ്കിലും മഞ്ഞ എഴുതാൻ ഇവനെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ. ഈ വാരാന്ത പതിപ്പിൽ പൈങ്കിളി എഴുതലാണ് മെയിൻ പണി. നമ്മളായിട്ട് ഉടക്കിടണ്ട. ജോണി ഇന്ന് ലേറ്റ്. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയാന്ന്. അവന്മാർ തപ്പുന്നുണ്ടെന്നാ പറയുന്നത്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ആ സെക്യൂരിറ്റി കള്ളൻ നാരായണൻ പുറത്തു പോയ സമയത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ കള്ളം കയറുന്നു. അപ്പച്ചനും അമ്മച്ചയും തനിച്ചേ ഉള്ളെന്നറിയാവുന്ന ഏതോ ഒരുത്തനാ ഈ പണി പറ്റിച്ച്. ജോണി എന്ന് എവിടെയായിരുന്നു? ഞാനത് അറിഞ്ഞിട്ടല്ലയോ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ അമ്മച്ചിയുടെ ഒരു മാലയും 25,000 രൂപയും പോയിട്ടുണ്ട്. അല്ല അത് മാത്രമേ ഫ്ലാറ്റിലുണ്ടായിരുന്നുള്ളൂ. ജോണിയുടെ പെങ്ങടെ മക്കളിപ്പോൾ വരാറില്ലേ? ഇച്ചായനെന്തോ ഒരുമാതിരി പോലീസുകാർ ചോദിക്കുന്ന പോലെ. അവന്മാരൊക്കെ അങ്ങ് ബാംഗ്ലൂരില്ല. നന്നായെന്നൊക്കെ ആനി പറയുന്നത്. അവന്മാർ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായി. അല്ല ഇച്ചായനെന്തോ ഒരു സംശയം പോലെ. അല്ല ജോണി ആ സമയത്ത് എവിടെ പോയെന്നാ പറഞ്ഞേ? താണ്ട് കിടക്കുന്നു. എൻ്റെ ഇച്ചായൻ്റെ ചോദ്യം കേട്ടാൽ തോന്നും എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ തന്നെ കയറി മോട്ടിച്ചാന്ന്. അതേ ഞാനപ്പോൾ എവിടെയായിരുന്നു സമയമാകുമ്പോൾ ഇച്ചായനോട് പറയാം. കേട്ടോ? എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് ഞാൻ ചായ കുടിക്കാൻ മാറിയിട്ടുണ്ടാവും. അല്ല സാറേ, ഇവിടുന്ന് വല്ലതും പോയോ?
നീ പോലീസിനോട് പറഞ്ഞതല്ല എനിക്കറിയേണ്ടത്. നിങ്ങൾ ഈ മുതലാളിമാർക്ക് കുറച്ച് നാളായി പാവപ്പെട്ട സെക്യൂരിറ്റിക്കാരെ കണ്ട ഒരു തരം ചൊറിച്ചില്ല. എൻ്റെ കയ്യിൽ അതിനുള്ള മരുന്നില്ല സാറേ. വല്ല പ്രകാശം എൻ്റെ അളിയല സാറേ. ഒരു ദിവസം ഇവിടെ എല്ലാം കാണാൻ വന്നതാ. ഇവിടത്തെ ക്യാമറ കേടാണെന്ന് അറിഞ്ഞപ്പോ പ്ലാൻ ചെയ്തതാ. ഇനി എന്നെ തല്ലല്ലേ സാറേ. മൂത്തവളുടെ കെട്ട ഫെബ്രുവരിയിൽ പറ്റിപ്പോയതാ. ഇവിടുത്തെ അമ്മച്ചിയുടെ ഒരു മാല 25,000 രൂപയും കിട്ടി. എല്ലാം തിരിച്ചു കൊടുത്തോളാം സാറേ. ജോണി സാറ് ഫ്ലാറ്റിൽ നിന്ന് കൈ കിട്ടിയതൊക്കെ എടുത്ത് ഓടി വരുമ്പോൾ മുഖംമൂടി വെച്ച ഒരാളെ കണ്ടു. ജോക്കറിന്റെ മുഖംമൂടി. അയാൾ ലിഫ്റ്റിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് എന്നെ നോക്കി. അയാൾ നോക്കിയെന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നോടി. എനിക്ക് അത്ര അറിയില്ല സാറേ. You know who it is? Yeah, this raw fire, this mad vibe, you feel the heat, never step to me. This raw fire, this mad vibe, you feel the heat, never step to me. This raw fire, this mad vibe, you feel the heat, never step to me. This raw fire, this mad vibe, you feel the heat, never step to me. Never wanna be plain, just mess with. If you want it, then you feel it, just die. Count money in my checks, in my checklist. Pull the trigger, reload and slide. I'ma die as a soldier, but I never let you take over. Skin red and my thick skull sober, but my heart will remain just colder, so I'll stamp